അങ്ങനെ ഞങ്ങളുടെ ഡ്രീം കൺട്രി ആയ ഓസ്ലോയിലേക്ക് അങ്ങനെ അവസാനത്തേക്ക് എത്തി. അങ്ങനെ ഒരു 1 day നൈറ്റ് സ്റ്റേക്ക് ശേഷം ഈ ഷിപ്പിലാണ് വന്നിറങ്ങിയത് ബാക്കിലേക്ക്. ഓസ്ലോയിലേക്ക് ഇനി റൂമിലേക്ക് പോവാണ്, ഹോട്ടലല്ല എടുത്തേക്കണത്, നമ്മളൊരു സ്റ്റുഡിയോ പോലത്തെ ഒരു റൂമാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബസ് വെയിറ്റ് ചെയ്യണം, ഇവിടുന്ന് ബസ് എടുക്കാം. അപ്പോൾ ഒരു റൂട്ട് എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് വെരി ഈസി. നമുക്കിവിടെ വളരെ കൺവീനിയൻ്റ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. ഹോട്ടലിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അപ്പോഴേക്കും ബസ് വന്നു. നമ്മൾ ബസ്സിൽ കയറി നേരെ സിറ്റിയിലേക്ക് പോവാണ്. നമ്മളൊരു അമ്മവും ഇരിക്കുന്നുണ്ട് കണ്ടോ. ആക്ച്വലി ഇവരൊരു നോർവേജിയൻ സിറ്റിയാണ്. ഇവർ പണ്ട് കേരളത്തിൽ വന്നിട്ടുണ്ട്, 1950s കേരളത്തിൽ വന്നിട്ടൊരു കുട്ടിയാണ് പോകുന്നതാണ്. സോ ഇനിയിപ്പോൾ അവർ നമുക്ക് കുറച്ച് വഴികളും കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. അങ്ങനെ നോർവേ സിറ്റിയിലെത്തി. ആൻഡ് നമ്മുടെ ലഗേജ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. ആൻഡ് ഇവിടെ എല്ലാം സ്നോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, കാരണം ഡിസംബറിൻ്റെ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട്. പക്ഷേ സ്നോഫോൾ ഉണ്ട്, നൈറ്റൊക്കെ നമുക്ക് സ്നോഫോൾ കിട്ടും. ബട്ട് ഈവൻ ഫുള്ളി സ്നോ ആയിട്ടില്ല. സോ ആൻഡ് ദിസ് ഈസ് ദ ഓസ്ലോ ബസ് ടെർമിനൽ. മോസ്റ്റ് ഓഫ് ദ കൺട്രി ബസ്സസ് കടന്ന് പോകുന്നത്. അങ്ങനെ നമ്മൾ മാളിലേക്ക് എൻട്രി ആണ്. അങ്ങനെ നമ്മൾ മാളിൽ ചെന്നു. മാളിലേക്ക് നമ്മൾ മെയിൻ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണം, പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും വാങ്ങണം. ബിക്കോസ് നമ്മൾ കുറച്ച് റൈസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഈവനിങ് വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സോ കുറച്ച് ലീഫി വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വാങ്ങാമെന്ന് വെച്ച് വന്നതാണ്. ആൻഡ് വൈഫിന് ഒരു കോട്ട് വാങ്ങണം, ജാക്കറ്റ്. ബിക്കോസ് നമ്മൾ ഓൾറെഡി 5 ദിവസം നിർത്താതെ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്യാം ഫ്രം സ്വിറ്റ്സർലാൻഡ്, ഡെൻമാർക്ക്. സോ ഇവിടെ വന്നപ്പോഴേക്കും എല്ലാം മുഷിഞ്ഞു. അപ്പോൾ ഒരു കോട്ടും കൂടി വാങ്ങണം എന്ന് വിചാരിച്ചു. സോ അവരൊരു ആഗ്രഹമാണ് നോർവേജിയനും കോട്ട് ഇവിടെ നിന്ന് വാങ്ങണം. സോ അങ്ങനെ നമ്മൾ ഓസ്ലോയുടെ മാളിൽ തന്നെ വന്നത്. And we had a coffee in between Starbucks'l, and it was quite silent. അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ളൊരു കോട്ട് എടുത്തോളാൻ പറഞ്ഞു. ഒരാളപ്പോഴേക്കും ഉറങ്ങി അവിടെ കിടന്നിട്ട് ടയർഡായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സോ നമ്മൾ നേരെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കണം. അതിൻ്റെ ഉള്ളിൽ കുറച്ച് ലീഫി വെജിറ്റബിൾസ് എടുക്കാമെന്ന് വിചാരിച്ചു. സോ റൈസ് ആൻഡ് വെജിറ്റബിൾസ് അവിടെ കുക്കിംഗ് എല്ലാം ഉണ്ട്, കുക്കിംഗ് മെറ്റീരിയൽസ് എല്ലാം ഉണ്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ. ആൻഡ് ഓൾസോ ഇറ്റ്സ് ബിറ്റ് എക്സ്പെൻസീവ് ആണ് കേട്ടോ ഇവിടുത്തെ എല്ലാവരും. ആൻഡ് ഇതാണ് കേട്ടോ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് വരുന്നത്. ഇത് 2 bedroom അപ്പാർട്ട്മെൻ്റ് ആണ് ആക്ച്വലി. അപ്പോൾ അടുത്ത 3 നൈറ്റ്സ് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോണ അപ്പാർട്ട്മെൻ്റാണ് നോർവേയിലെ. അത്യാവശ്യം അടിപൊളിയാണ്. എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അങ്ങനെ സെക്കൻഡ് ഡേ ഓഫ് ഓസ്ലോ നമ്മളത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റൂല, കാരണം അത് ധൃതിയാവുന്നു. അപ്പോൾ നമ്മളിന്ന് സിറ്റി ടൂറിന് വേണ്ടി വന്നേക്കാണ്. നമ്മളിവിടെ ഒരു ഗൈഡഡ് സിറ്റി ടൂർ എടുത്തിട്ടുണ്ട്. സോ ഞങ്ങളിവിടെ ഒരു നാഷണൽ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അങ്ങനെ നമ്മൾ നേരെ ഓസ്ലോ സൈറ്റ് സീയിങ്ങിന് വേണ്ടി പോവാണ്. HMK അവരുടെ ട്രിപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. ആൻഡ് ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഗൈഡഡ് ടൂറാണ്. സോ ഗൈഡഡ് ടൂർ എടുക്കാൻ മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് മോർ ഇൻഫോർമേഷൻ. സോ നമ്മൾ സിറ്റിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇറ്റ്സ് നാഷണൽ തിയേറ്ററിൻ്റെ ഏരിയ ആണ്. ആൻഡ് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ലൈക്ക് ക്രിസ്മസ് മാർക്കറ്റാണ് കേട്ടോ. ആൻഡ് വിൽ ഗെറ്റ് ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഫുഡ്. ഞങ്ങൾ നൈറ്റ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഓൾറെഡി. ആൻഡ് ഇവിടുത്തെ ഫേമസ് മൂസ് ബർഗറാണ് ഇവിടെ ഫേമസ് ആയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ സിറ്റിയിലെ ഓരോ കാര്യങ്ങളും അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ലുക്ക് വെരി നൈസ് ആൻഡ് ദർ ഇസ് ലോട്ട് ഓഫ് മോണുമെൻറ്റ്സ്. ഇവിടെ ഏറ്റവും നമ്മൾ വെറൈറ്റി ആയിട്ട് കാണാന്ന് വെച്ചാൽ നമ്മൾ ഏത് സ്ട്രീറ്റിൽ പോയാലും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മോണുമെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. 27th of January is the International Holocaust Memorial Day, and that is when in union with another country for almost 100 years. And then, you're sort of starting building your country, and your water is electrified. That is why the big ferries have the possibility to hook up to lamp power. The ones that are residential, they're also electrified. And the ones are the smaller white ones.
But right in front of us, if you can see the big pink building, believe it or not, but that when it was built from 1916 to 1920, it was a warehouse. It still bears the name of a harbor warehouse, but when you're the hotel Radisson Blu, and believe it or not, higher buildings you won't find, or taller buildings you won't find in this country. In the middle of the forest. Mission camps. 27th of January is the International Holocaust Memorial Day, and that is when in union with another country for almost 100 years. And then, you're sort of starting building your country, and your water is electrified. That is why the big ferries have the possibility to hook up to lamp power. The ones that are residential, they're also electrified. And why are the smaller white ones this? But right in front of us, if you can see the big pink building, believe it or not, but that when it was built from 1916 to 19. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് നേരെ പോകുന്നത് ആക്ച്വലി നെക്സ്റ്റ് എനിക്ക് വിസിറ്റ് ചെയ്യുന്ന മനസ്സിലുണ്ടാകുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഹോൾമൻ കോളൻ നാഷണൽ സ്കീ ഏരിയ. നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയണം. എനിക്ക് ഓസ്ലോ അല്ലെങ്കിൽ നോർവേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കൺട്രിയാണ്. ലൈക്ക് നെതർലാൻഡിന് ശേഷം എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കൺട്രിയാണ്. കാരണം ഇറ്റ്സ് വെരി നൈസ്. നിങ്ങൾക്ക് അവിടെ വീടുകളും വില്ലാസൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇറ്റ്സ് റിയലി അമേസിങ്. എസ്പെഷ്യലി വുഡൻ വില്ലാസാണ് ഏറ്റവും കൂടുതലുള്ളത്. ആൻഡ് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ലാൻഡ്സ്കേപ്പാണ് നോർവേക്കുള്ളത്. ആൻഡ് ഇത് പാതിര സൂര്യൻ്റെ നാടാണെന്നറിയാലോ. സോ നമുക്ക് ആകെ കിട്ടുന്ന കുറച്ച് ടൈം ഈ സണ്ണ് വരെ കിട്ടത്തുള്ളൂ. ബൈ 4 o'clock ആകുമ്പോഴേക്കും ഇവിടെ നേരെ ഡാർക്കാവും. നമ്മൾ നേരെ ഇപ്പോൾ പോകുന്നത് ഇവിടുത്തെ ഒരു സ്കീ സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത്. കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ഹോൾമൻ കോളൻ നാഷണൽ സ്കീ സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഇവിടെ ആക്ച്വലി സ്കീ സ്കിമുലേറ്റർ, സ്കീ ജമ്പൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അറൗണ്ട് 120 meters ഉണ്ട് ഇത്. ഇവിടെ എന്ന് വെച്ചാൽ 22,000 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് ഈ ഒരു സ്കീ ജമ്പിങ് ഏരിയയിൽ. ഇതെല്ലാ കൊല്ലവും ഇവിടെ സ്കീ ജമ്പിങ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അതിൻ്റെ സ്പോർട്സ് നടക്കാറുണ്ട് ഇവിടെ. ഇവിടെ വൈക്കിങ്സ് ഏജിലുള്ള സ്കീ ആൻഡ് ഷൂട്ട് വരെ കാണാൻ പറ്റും നമുക്ക്. Now, even if no one told you what you're looking at, after walking through the park, from the front to the back, you would easily understand what this park is all about. Because this is about development of life. This is one man's. അങ്ങനെ നമ്മൾ ഹോൾമൻ കോളൻ സ്കീ നാഷണൽ സ്കീ റിസോർട്ട് ഏരിയയിൽ നിന്ന് നേരെ വന്നിരിക്കുന്നത് ഇപ്പോൾ വിഗാലാൻഡിലാണ് കേട്ടോ. വൺ ഓഫ് ദ ടോപ്പ് അട്രാക്ഷനാണ് വിഗാലാൻഡ്. അങ്ങനെ ഇത് എന്താ പറയുക, അറൗണ്ട് 1 million ആൾക്കാരാണ് ഒരു കൊല്ലം ഇവിടെ വന്നിട്ട് ഇത് വിസിറ്റ് ചെയ്യുന്നത്. ഇത് ഓസ്ലോയിലെ ഏറ്റവും ഫേമസ് ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇത് മെയ്ഡ് ഓഫ് ബ്രോൺസ്, ഗ്രാനൈറ്റ് ആൻഡ് അയൺ. അറൗണ്ട് 200 സ്കൾപ്ചേഴ്സ് ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഇറ്റ്സ് കോൾഡ് ലൈക്ക് ഷോയിങ് ദ ഹ്യൂമൻ ഫോമാണ് കേട്ടോ. ആൻഡ് ഇവിടെ ഫേമസ് എന്ന് പറയുന്നത് ഒരു ആംഗ്രി ബോയ് സ്കൾപ്ചറാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു കാണാം, ഒരു തൂവും പോലെ വലിയൊരു സാധനം കണ്ടോ. ഒരു ഹ്യൂമൻ ബീങ്സ് ക്ലൈംബിങ് ഈച്ച് അതർ വുമൺ ആൻഡ് മെൻ ഇൻ ദ ഡിഫറെൻറ്റ് ഏജ്. ഇതും വൺ ഓഫ് ദ ഫേമസ് സ്കൾപ്ചറാണ്. ഷോയിങ് ലോങ് സ്റ്റാൻഡിങ് ഹ്യൂമാനിറ്റി റീച്ചിങ് ഇറ്റ്സ് ഡെസ്റ്റിനി. അതാണ് അത് മീൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് കംപ്ലീറ്റ്ലി എന്താ പറയുക, ഒരു വേറൊരു ലോകം തന്നെയാണ്. ഈ സ്കൾപ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഡിഫറെൻറ്റ് സ്റ്റോറീസാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ആക്ച്വലി ഗുസ്താവ് വിഗാലാൻഡ് എന്ന് പറഞ്ഞ ആളാണ്. ആളുടെ ക്രിയേറ്റിവിറ്റിയാണ്, ആളുടെ ലൈഫിൽ ആൾ അനുഭവിച്ച പല കാര്യങ്ങളും ഇതെല്ലാം വെച്ചിട്ടാണ് ഒരു ലൈഫ് ചേഞ്ചിങ് ഫോർമേഷനെ കുറിച്ചാണ് അവർ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ചൈൽഡ്ഹുഡ് തുടങ്ങി അൺടിൽ നമ്മുടെ ലാസ്റ്റ് ഏജ് വരെയുള്ള കംപ്ലീറ്റ്ലി ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോ ലൈഫ് സ്റ്റൈലും അവരത് പറഞ്ഞേക്കുന്നത്. സോ ഇത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഓസ്ലോയിൽ വരുമ്പോൾ. ഇത് ഒന്നും കൂടി ബ്യൂട്ടി എപ്പോഴാണെന്നറിയോ? സമ്മർ സീസൺ.
നമ്മൾ വിൻ്റർ സീസണിലാണ് വന്നത്. സമ്മർ സീസൺ വിൽ ബി മോർ ബ്യൂട്ടിഫുൾ വിത്ത് ഗ്രീനറീസ് ആൻഡ് ഓൾ. ഇതിന് ശേഷം നമ്മൾ പോയത് ഫാം എന്ന് പറഞ്ഞ മ്യൂസിയത്താണ്. ഇതൊരു വൈക്കിംഗ് ഷിപ്പുള്ള മ്യൂസിയമാണ്. നമ്മൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല ഇവിടെ നിന്ന്. ഇറ്റ്സ് വാസ് റിയലി നൈസ്. സോ നെക്സ്റ്റ് ഡേ, അപ്പോൾ 3rd ഡേ ഇൻ ഓസ്ലോ. നമ്മൾ ഇന്നിപ്പോൾ ഒരു ഫോർട്ട് ടൂറിന് പോവാണ്. ബോട്ടിലാണ് പോകുന്നത്. സോ നല്ല തണുപ്പ്, ഭയങ്കര -3ക്ക് മേലെ ഉണ്ടെന്ന് തോന്നുന്നു. -3 -4 കണ്ടാണ്. നല്ല തണുപ്പുണ്ട്. ഇതാണ് കേട്ടോ ഫോർജ് ഷിപ്പ് എന്ന് പറയുന്നത്. സോ നമ്മൾ പോകുന്നത് ഫോർജ് സൈറ്റ് സീയിങ്. ഇതൊരു ഇലക്ട്രിഫൈഡ് 100% ഇലക്ട്രിഫൈഡ് വെസലാണ്, ബോട്ടാണ്. ഇറ്റ്സ് എ സൈലൻറ്റ് ബോട്ട്. നമ്മൾ ബോട്ട് പോകുന്നതേ അറിയത്തില്ല. അപ്പോൾ നമ്മളത് ബോട്ടിൻ്റെ ഉള്ളിൽ കയറി. സോ ഇന്ന് വീക്ക് ഡേ ആയതുകൊണ്ടായിരിക്കണം അധികം വലിയ തിരക്കൊന്നുമില്ല. ബട്ട് ഈവൻ ബോട്ട് എടുത്തപ്പോൾ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് വളരെ കംഫർട്ടബിൾ ആയിരുന്നു ആക്ച്വലി. സോ ഫോർജ് ടൂർ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാലോ, മലനിരകൾക്കുള്ള ഉൾക്കടലാണ് ആക്ച്വലി. അതായത് നമുക്ക് ഈ മലകളുടെ ഇടയിലാണ് ഈ ഉൾക്കടൽ പോകുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി അമേസിങ്, വെരി നൈസ്. എന്താ പറയുക, നമ്മൾ ബോട്ടിൻ്റെ ചുറ്റും 2 സൈഡിലും ഐലൻഡ്സാണ്, മലകളാണ്. ആൻഡ് മെനി വൈക്കിങ്സ് നമ്മൾ താമസിച്ച സ്ഥലങ്ങളാണ് പണ്ടത്തെ. സോ വർഷങ്ങളോളം പഴക്കമുള്ളതാണ് ആക്ച്വലി. ഇതിൽ പോലെ തന്നെ ബ്യൂട്ടി ആൻഡ് നോർവേയിലെ ബെർഗൻ എന്ന് പറയുന്ന സ്ഥലം. സോ ഈ വെള്ളക്ക് ഐസായിട്ടൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഐസിൻ്റെ മേലെ കൂടെയാണ് ഈ ബോട്ട് പോകുന്നത്. ആൻഡ് സി ആ ഐലൻഡുകളിലെ വീടുകൾ, മെനി പ്രൈവറ്റ് ഹോംസ് ഉണ്ട് അവിടെ. ഹോളിഡേയ്സിന് മാത്രം ആൾക്കാർ വന്ന് താമസിക്കുന്ന പ്രൈവറ്റ് വില്ലാസ് ഉണ്ട്. റിയലി അമേസിങ്. ആൻഡ് ഈ സമയത്ത് -5 ആയിരുന്നു. അതുകൊണ്ടാണ് വെള്ളക്ക് ഐസായിട്ടിരിക്കുന്നത്. നമ്മൾ ഓസ്ലോയിലെ പല നഗരങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാം, സിറ്റി കാണാം. ഞങ്ങൾ വന്ന ഷിപ്പ് അവിടെ കിടക്കുന്നത് സെയിം ടൈമിൽ തന്നെയാണ് നമ്മളിപ്പോൾ 3rd ഡേയും പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഷിപ്പ് ഓൺ സെയിം ടൈം വരാറുണ്ട് അവിടെ. സോ നമ്മൾ നേരെ ഇപ്പോൾ ഒന്നും കൂടി ഓസ്ലോ സിറ്റി പോവുകയാണ്. കാരണം നാളെ നമ്മൾ തിരിച്ച് ട്രാവൽ ചെയ്യാണ്. സോ നമ്മൾ പോണത് ഇപ്പോൾ ഒപ്പേറ ഹൗസിലേക്കാണ്. ഇതാണ് കേട്ടോ അവിടുത്തെ ഒപ്പേറ ഹൗസ് എന്ന് പറയുന്നത്. നമ്മൾ ചെല്ലണ ആ ടൈമിൽ അവിടെ ഓൾറെഡി 1 ഷോ ഈസ് ഗോയിങ് ഓൺ. നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി ഷോ കാണാനായിട്ട്, പക്ഷെ നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇറ്റ് വാസ് ക്വൈറ്റ് നൈസ് ആക്ച്വലി ദ ഒപ്പേറ ഹൗസ്. നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണില്ലേ, ഓരോ ഷോ കാണാൻ വരുന്ന ആൾക്കാർ പല ഡിഫറെൻറ്റ് സ്റ്റൈലിൽ വരുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കാണാൻ പറ്റി ആക്ച്വലി കുട്ടികളെയും കൊണ്ട്. സോ ദിസ് ഈസ് ഒപ്പേറ. എൻ്റെ ഒരു സീനിക് പ്ലേസ് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് പല സ്ഥലങ്ങളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ആൻഡ് ഇവിടെ നിന്ന് എസ്പെഷ്യലി ബേഡ്സിൻ്റെ സൗണ്ട് കേട്ടു. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഫോർത്ത് ഡേ നേരെ ഓസ്ലോ നേരെ ട്രോംസോക്ക് പോവാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുകയാണ്. ഇറ്റ്സ് കോൾഡ് ട്രോംസോ. അതൊരു വെരി എക്സൈറ്റഡ് പ്ലേസ് ആണ്. സോ നമ്മളിപ്പോൾ ഓസ്ലോ എയർപോർട്ടിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഓസ്ലോ എയർപോർട്ടിൽ നിന്ന് 2 hours ആണ് ട്രോംസോയിലേക്ക് വരുന്നത്. ഇവിടെയൊക്കെ മഞ്ഞ് ഓൾറെഡി കിടക്കുന്നുണ്ട്. സോ ട്രോംസോ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നോർത്തേൺ ലൈറ്റ് വിസിബിളായിട്ട് കാണാവുന്ന ഒരു പ്ലേസാണ്. സോ അതായിരുന്നു നമ്മുടെ മെയിൻ ഈ ട്രിപ്പിൻ്റെ പ്ലാൻ. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ലോങ് ജേർണി കഴിഞ്ഞിട്ട് ഓസ്ലോ നമ്മൾ ഫ്ലൈറ്റ് കയറി നേരെ ട്രോംസോയിലോട്ട് പോവാണ്. സോ ഇറ്റ്സ് റിയലി എക്സൈറ്റഡ്. സോ ലെറ്റ്സ് സീ ട്രോംസോ.